ശ്രീ കമാൽ പാഷ, നേരത്തെ നിരവധി തവണയാണ് ഇത്തരത്തിൽ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനമില്ല എന്ന് പറഞ്ഞ് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കുടിശ്ശിക നൽകിയിട്ടില്ല, അതുകൊണ്ട് ഇന്ധനം നൽകില്ല എന്നാണ് പമ്പ് ഉടമകൾ പറയുന്നത്. നവകേരള സദസ്സിന് കോടികൾ പൊടിച്ചു, കേരളീയത്തിന് കോടികൾ പൊടിച്ചു, വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ സർക്കാരിന് പണമുണ്ട്. ഈ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നിറച്ച പമ്പ് ഉടമകൾക്ക് നൽകാൻ പണമില്ല. അതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഇപ്പൊ വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ പോലീസിന് അനങ്ങാൻ പറ്റുകയില്ല കേട്ടോ. കാരണം ഈ പമ്പ് ഉടമകള് അവര് വെറുതെ കൊണ്ടുവരുന്ന അവര് കുഴിച്ചെടുക്കുന്ന ഒന്നും അല്ലല്ലോ ഈ പെട്രോളും ഡീസലും ഒക്കെ. അതിന് പണം കൊടുത്തില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവരുടെ ബിസിനസ് പൂട്ടിപ്പോകും. അപ്പൊ അവര് ഒരു പരിധി വരെയൊക്കെ അവർക്ക് സഹിക്കാം. ഈ 10 ലക്ഷം രൂപയൊക്കെ കുടിച്ചു കിടക്കുന്നത് അതായത് 4 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ കുടിച്ച് ഓരോ പമ്പിനും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിനി കൊടുക്കുകയല്ല. ഡീസൽ ഓയിൽ കൊടുക്കത്തില്ല. കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പോലീസിന്റെ ഒരു വണ്ടിയും ഓടത്തില്ല, അതെല്ലാം കട്ടപ്പുറത്തായിരിക്കും മുഴുവൻ. അപ്പോൾ ഈ നാട്ടിലെ മിക്കവാറും എല്ലാ വിധത്തിലുള്ള ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ തകരും. കാരണം ഇപ്പൊ തന്നെ അത് തകർന്നു കഴിഞ്ഞു. കാരണം പോലീസിനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ കാര്യങ്ങൾക്കാണ്. ഇപ്പൊ നവകേരള സദസ് എന്നും പറഞ്ഞ് ഈ വലിയ മാമാങ്കം നടത്തി മുഴുവൻ. അതിന് എത്ര രൂപയായി, എത്ര കോടികളാണ് അത് പൊടിച്ചേക്കുന്നത്? അത് എത്ര കോടികൾ? അത് ലോക്കൽ ബോഡീസിനെ കൊണ്ട് കളക്ട് ചെയ്യിപ്പിക്കുക, കളക്ടർമാരെ കൊണ്ട് പിരിവെടുപ്പിക്കുക, നികുതി പിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണം പിരിച്ചെടുക്കുക. ഓരോ ആളുകൾക്ക് ഇതേപോലെ ഓരോരുത്തരെയും ടാക്സ് ചെയ്ത് എത്ര കോടി രൂപയാണ് അതിന് ദുർവ്യയം ചെയ്തേക്കുന്നത്. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒന്നുമില്ലല്ലോ. അതേപോലെ തന്നെ നേരെ കേരളീയം എന്നും പറഞ്ഞൊരു സാധനം, അതിന് ലോക കേരള സഭ, ഇതിനൊക്കെ എത്ര കോടികളാണ് ഇതിനൊക്കെ മുടക്കുന്നത്? എത്ര രൂപ? അതായത് 27 കോടി രൂപ ചെലവാക്കിയിട്ട് അതിന്റെ കണക്ക് അവസാനം കൊടുത്തപ്പോൾ എന്തെന്നറിയോ? ഏതാണ്ട് 27 കോടി രൂപയുടെ കണക്ക് വന്നപ്പോൾ അതിൽ നിന്ന് 4.38 കോടി രൂപയ്ക്കേ കണക്കുള്ളൂ. ബാക്കി ഒന്നിനും കണക്കില്ല. ഈ പണം ചെലവായിപ്പോയി എന്ന് പറഞ്ഞാൽ ചിലവരുടെ വായിലേക്ക് പോയെന്ന് അർത്ഥം. അതാണ് ഈ ചെലവായിപ്പോയെന്ന് പറയുന്നത്. അങ്ങനെ വന്നേക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനിയിപ്പോ പോലീസിന്റെ എന്നൊക്കെ പറഞ്ഞാൽ അവരെ പ്രവർത്തനം മുഴുവൻ അവതാളത്തിലാവും. വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പോലീസിന് ഒരു സ്ഥലത്ത് ചെല്ലണമെങ്കിൽ ചെല്ലണ്ടേ? അപ്പോ മിക്കവാറും ഇന്ധനം ഇനി അവർ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുകയില്ല. കാരണം അവർക്ക് പണം കൊടുക്കാതെ അവർക്ക് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഇത് വളരെ വലിയ കെടുകാര്യസ്ഥതയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് വീണ്ടും വലിയ അപകടങ്ങളിലേക്ക്, കുഴപ്പങ്ങളിലേക്ക് നയിക്കും. ഇതുപോലെ പണം ഇതേപോലെ തോന്നിവാസത്തിനൊക്കെ ചെലവാക്കിയിട്ട് അവസാനം ആവശ്യമുള്ള കാര്യത്തിന് പണം ചെലവാക്കുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒഴിയുകയാണ്. അതൊരു അപഹാസ്യകരമായ കാര്യം തന്നെയല്ലേ? അത് തന്നെ ഞാൻ പറഞ്ഞേ. കാരണം ഈ ബാക്കിയുള്ളതിനൊക്കെ ഉണ്ടല്ലോ, ചെലവാക്കാനുണ്ടല്ലോ പണം ഇഷ്ടമാതിരി. ഇത് മന്ത്രിമാർക്ക് വാഹനം വാങ്ങിക്കണമെങ്കിൽ അതും പണമുണ്ട്. മന്ത്രിമാരുടെ ചെലവിനെല്ലാം പണമുണ്ട്. അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ നമ്മുടെ സ്വിമ്മിംഗ് പൂള് വൃത്തിയാക്കാം കേട്ടോ. വേണമെങ്കിൽ അവിടെ പശുത്തൊഴുത്തുണ്ടാക്കാം. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് മുഴുവൻ പണമുണ്ട്. മന്ത്രിമാരുടെ വീടുകളും ഒക്കെ ശരിയാക്കാനും ഒക്കെ. ഇതിന് പണമില്ലാത്തത് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, അതായത് പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ട, അതായത് പാവങ്ങൾക്ക് കൊടുക്കേണ്ട അതായത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള പണമില്ല. ഒന്നുമില്ല. അതൊന്നും ഇവിടെ സപ്ലൈകോ സാധനമില്ല. അത് ആരെങ്കിലും നോക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇനിയിപ്പോ സപ്ലൈകോ വഴി ഇവിടെ മദ്യം വിറ്റഴിക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. കാരണം സപ്ലൈകോ മുമ്പോട്ട് കൊണ്ടുപോകാൻ, സപ്ലൈകോയിലൊന്ന് ഒരൊറ്റ ഡിസ്കൗണ്ട് കൊടുത്തോണ്ടിരുന്ന സാധനങ്ങൾക്ക് റേറ്റിൽ കൊടുത്തോണ്ടിരുന്ന ഒരൊറ്റ സാധനമില്ല. അതായത് ഇപ്പോഴത്തെ ഈ ഉത്സവ സീസൺ, അതായത് ഇവിടെ ക്രിസ്മസ് വന്നു, അതേപോലെ ന്യൂ ഇയർ വരുന്നു, ഇതിനൊക്കെ ആളുകൾക്കൊക്കെ ഒരുപാട് പണം ചെലവുള്ളതാണ്. അവർ ചെലവാക്കാനുണ്ട്, അവർക്ക് ചെലവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവര് ലാഭത്തിന് എന്തെങ്കിലും സാധനം വാങ്ങാം എന്ന് വിചാരിച്ച് സപ്ലൈകോയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സാധനമില്ല. അപ്പൊ ഇത് ഈ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണമില്ല. അതേപോലെ ഇപ്പൊ വന്നേക്കുന്ന അവശ്യ സർവീസിന്, ഇപ്പൊ പോലീസിന്റെ സർവീസ് എന്ന് പറയുന്നത് അവശ്യ സർവീസാണ്. അവർക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല പോലീസുകാർക്ക്. ഇനി ആ രീതിയിൽ വാഹനത്തിനൊന്നും ഇന്ധനം കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കയ്യിൽ നിന്ന് കാശെടുത്ത് അടയ്ക്കാൻ പറ്റുമോ അവർക്ക്? പോലീസുകാർക്ക് അതിനുള്ള ശമ്പളം അവർക്കില്ലല്ലോ. ഇവർക്ക് പണം ഏറ്റവും ഒടുവിലായിട്ട് കിട്ടിയത് ജൂൺ മാസത്തിലെന്നാണ് നേരത്തെ നമ്മളോട് പ്രതികരിച്ച ഈ ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് യൂണിയന്റെ നേതാവ് വ്യക്തമാക്കിയത് ഇക്കാര്യമാണ്. ജൂൺ മാസത്തിലാണ് കിട്ടിയത്. അതിനുശേഷം യാതൊരു നടപടികളുമില്ല. DGPക്കും അതുപോലെ തന്നെ സർക്കാർ തലത്തിലെ എല്ലാവർക്കും അവർ കത്ത് നൽകിയിട്ടുണ്ട്.
അതാണ് അവർക്ക് ചെയ്യാവുന്നതൊക്കെ അവർ ചെയ്തു. ഇത്രയും നാല് ജൂണിൽ അവസാനമായിട്ട് പണം കൊടുത്തത് ജൂണിലാണെങ്കിൽ പോലും അവർ ഇത്രയും നാൾ ഇതിന് ഇന്ധനം കൊടുത്തില്ലേ വീണ്ടും. അതെ. അപ്പൊ ഇനി അവര് എന്നിട്ട് കാണുന്നവരെ എല്ലാം കാല് പിടിച്ചു എങ്ങനെയെങ്കിലും പണം കൊടുക്കാൻ. ഇതിന്റെ പണം കൊടുക്കാതെ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? അവർക്ക് തന്നെ ഈ 10 ലക്ഷം രൂപയൊക്കെ കുടിശ്ശികയുള്ള പമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പമ്പ് പൂട്ടിപ്പോകും. അവരുടെ തൊഴിലല്ലേ ഇല്ലാതാകുന്നത്, അവരുടെ സ്ഥാപനമല്ലേ നശിക്കുന്നത്. അപ്പൊ അവർക്കിനി അതിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അവര് ഈ കാണുന്നവരുടെ എല്ലാം കാല് പിടിക്കുകയാണ്, കാശ് കൊടുക്കുകയല്ല. അതാണ് കാര്യം. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ ഇത് കെടുകാര്യസ്ഥതയാണ്. അഴിമതിക്കും അക്രമത്തിനും പണമുണ്ട് ഇവിടെ. നമ്മൾ കണ്ടല്ലോ, ഇതിനെല്ലാം ഉണ്ട്. അതാണ് കാര്യം. ശരി, വളരെയധികം നന്ദി ശ്രീ കമാൽ പാഷ പ്രതികരിച്ചതിൽ.